Good morning, students. നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പം കെമിസ്ട്രിയിലും ചെറിയ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫ്രം ബോസ് അറ്റോമിക് മോഡൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ചുറ്റും സർക്കുലർ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, അല്ലേ? Circular orbits in a radius and let us take it as R. That is, electrons are revolving round the nucleus in circular orbit. Okay. ഇനി ഇത് നമ്മൾ ഈ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഇലക്ട്രോൺ ഒരു സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ what is it similar to? It is similar to a moving charge in a circular coil. ഈ ഓർബിറ്റ് നമുക്കൊരു കോയിലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഒരു ചാർജ് മൂവ് ചെയ്യുമ്പം കറൻറ്റാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ദിസ് ഇലക്ട്രോൺ വിച്ച് ഇസ് മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഇസ് സിമിലർ ടു എ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ എ സർക്കുലർ coil. And we have already studied that current flowing through a circular coil produces a magnetic field. Anything that produces a magnetic field should be a magnet, and magnets possess magnetic dipole moment. അപ്പോൾ ഈ റിവോൾവിംഗ് ഇലക്ട്രോൺ എന്താണ്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാക്കണം. ഓക്കെ, ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു വാട്ട്? കറൻറ്റ് ഇൻ ടു ഏരിയ, IA എന്നൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എം ഈക്വൽ ടു IA. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഈ ഇലക്ട്രോണിൻ്റെ കേസിൽ ഇനി റിലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം? ഇവിടെ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. എം ഈക്വൽ ടു I is what? Current is what? Charge divided by time, and area of the circular orbit is pi r square. Okay, ഇനി ഇതിനെ വീണ്ടും നമുക്കൊന്ന് മാറ്റാം. ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ആണല്ലോ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് E എന്ന് എഴുതി. ടൈമിൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുക? ടൈം നമുക്കറിയാം, വി നോ എ ഫോമുല, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഫോമുലയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷന് ടൈമിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. അപ്പോൾ അത് ഒന്ന് ഈക്വേറ്റ് ചെയ്യുക. ഈ കേസിൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ദി സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുമ്പം ഇലക്ട്രോൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഒന്ന് കറങ്ങി ഇവിടെ എത്താൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 2πr. സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളാണ്. 2πr ഡിവൈഡഡ് ബൈ സ്പീഡ്. സ്പീഡ് നമുക്ക് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ v എന്ന് എഴുതാം. അപ്പോൾ t ഈക്വൽ ടു വാട്ട്? 2πr ബൈ v. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടീൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുക? 2πr ബൈ v മുകളിലേക്കായി ഇൻറ്റു πr സ്ക്വയർ. അപ്പം ഇവിടെ പൈയും ആറും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? E/2. പിന്നെ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, പോയി ആറുണ്ട്, സ്ക്വയർ ആർ സ്ക്വയർ ആറായി. അപ്പോൾ E/2 ഒരു ആറ് ബാക്കി വന്നു, പിന്നെ ഒരു v വന്നു, അല്ലേ? E/2 RV. ഇനി ഈ ഒരു ഇക്വേഷനെ നമുക്ക് എം കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ എം എന്ന് പറയുന്നത് മാസ്സാണ്, എം കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ MVR. നമ്മൾ ഫസ്റ്റ് ഇയർ ഫിസിക്സ് ടോപ്പിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആംഗുലർ മൊമെൻറ്റം, ആൻഡ് ആംഗുലർ മൊമെൻറ്റം വി റൈറ്റ് ഇറ്റ് ആസ് ക്യാപിറ്റൽ L. സോ EL/2m എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എം എന്ന് കാണിക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു EL/2m. അപ്പോൾ കൺഫ്യൂഷൻ, ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്. അപ്പോൾ ഈ എം മാസ്സാണ്, ഈ എം എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ സിമ്പിൾ ഒന്ന് മാറ്റാം. ഐ എം ഗോയിങ് ടു റൈറ്റ് mu ഈക്വൽ ടു EL/2m. വാട്ട് ഇസ് mu? mu ഇസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, mu ഈക്വൽ ടു EL/2m. ഇനി ഇതിൽ നിന്ന് we can find out what is mu by L. What is mu by L? It is mu by L equal to 2E/2m. ഇതിനൊരു പേരുണ്ട്. This we call it as gyromagnetic ratio. അപ്പോൾ ഈ ഫോമുല ഓർത്ത് വയ്ക്കുക, gyromagnetic ratio. ഓക്കെ, ഇനി ബോസ് പോസ്റ്റുലേറ്റ് പ്രകാരം നമുക്കറിയാം
ഇലക്ട്രോൺസ് സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പം എല്ലാ സർക്കുലർ ഓർബിറ്റും പോസിബിൾ അല്ല. ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പോസിബിൾ ഫോർ വിച്ച് ആംഗുലർ മൊമെൻറ്റം ഇസ് എൻ ഇൻറ്റിഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പോൾ L=nh/2π ആവുന്ന കേസിൽ മാത്രമേ സർക്കുലർ ഓർബിറ്റ്സ് പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഈ എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ് μ = E/2m into nh/2π. അപ്പോൾ ഇവിടെ താഴെ ഒരു 2 വരുന്നുണ്ട്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 4. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം, ENH/4πm. Now if n = 1, n = 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ what is mu = EH/4πm. But this is the magnetic dipole moment of electron revolving in the first orbit. ഇതിന് ഒരു പേരുണ്ട്. We call this as Bohr magneton. This is called Bohr magneton. ഇതും നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ആക്കണം. ബോർ മാഗ്നറ്റോണിൻ്റെ ഫോമുലയും ഗൈറോ മാഗ്നറ്റിക് റേഷ്യോൻ്റെ ഫോമുലയും ഒന്ന് ബൈ ഹാർട്ട് ആക്കും. ഈ ഇക്വേഷനിൽ ശ്രദ്ധിക്കുക, E is a constant. It is a charge of an electron. H is a Planck's constant. M is the mass of the electron. ആ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മ്യൂൻ്റെ വാല്യൂ കിട്ടുന്നത് 9.27 × 10⁻⁻24 Ampere/m². ആണ്. അപ്പോൾ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഡെറിവേഷനിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് EL/2m. ഓക്കെ. പിന്നെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്താണ്? അതിൻ്റെ ഫോമുല ഓർത്ത് വയ്ക്കണം. ബോർ മാഗ്നറ്റോൺ എന്താണ്? അതിൻ്റെ ഫോമുല ഓർത്ത് വയ്ക്കണം. അതിൻ്റെ വാല്യൂ ഓർത്ത് വയ്ക്കണം. താങ്ക് യു.